30 വയസ്സിന് ശേഷം സാമ്പത്തിക ഉന്നതി നേടുന്ന 5 നക്ഷത്രക്കാർ. കാർത്തിക കീർത്തി നേടും എന്നൊരു ചൊല്ലുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ദേവത അഗ്നി ആകയാൽ ഏതു മേഖലയിലും ജ്വലിക്കുന്ന നക്ഷത്രക്കാർ എന്നാണ് പൊതുവെ പറയാറ്. കാർത്തികയിൽ ജനിച്ചവർ തേജസ്വികളും പ്രഭുതുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരായിരിക്കും. എതിർപ്പുകളെ അതിജീവിച്ചും എന്തുത്യാഗം സഹിച്ചും ഇവർ ലക്ഷ്യത്തിലെത്തിച്ചേരും. തിരുവാതിര നക്ഷത്രജാതർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ്. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ബുധന്റെ രാശിയിലെ ജനമാകയാൽ ബുദ്ധിയുള്ളവരായിരിക്കും. 32 മുതൽ 42 വയസ്സുവരെ ഇക്കൂട്ടർക്ക് മികച്ച സമയമാണ്. മകം. ജീവിതത്തിന്റെ ആദ്യ നാളുകൾ അല്പം ക്ലേശകരമെങ്കിലും പിന്നീട് തൊട്ടതെല്ലാം ഒന്നാക്കുന്ന നക്ഷത്രക്കാരാണ് മകം നാളുകാർ. 27 വയസ്സിനു മുന്നേ വരുമാന മാർഗം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമെങ്കിലും പിന്നീട് കുടുംബത്തിന്റെ ഉയർച്ച ഇക്കൂട്ടരിലൂടെ ആവും. സമ്പത്തും സേവകരും ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നതരുമായി ഇക്കൂട്ടർക്ക് സൗഹൃദവും അതിലൂടെ നേട്ടങ്ങളും ലഭിക്കാം. ഉത്രാടം. ജീവിതത്തിൽ യൗവനത്തിന്റെ 2ാം ഘട്ടം മുതലാണ് ഇക്കൂട്ടർക്ക് കൂടുതൽ പുരോഗതി ദൃശ്യമാകുന്നത്. കുട്ടിക്കാലം മുതലേ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. എന്നാൽ പിന്നീട് ഉയർന്ന ജോലി ലഭിക്കുകയും 30നു ശേഷം സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇക്കൂട്ടർക്ക് യോഗം കാണുന്നു. അവിട്ടം. സ്വാഭാവികമായി നല്ല ആരോഗ്യമുള്ളവരും പണം സമ്പാദിക്കുന്നതിൽ മിടുക്കുള്ളവരുമാണ് അവിട്ടം നക്ഷത്രക്കാർ. രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവും കർക്കശരീതിയിലുള്ള പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതകളാണ്. വളരെ വേഗം തീരുമാനമെടുക്കാൻ കഴിവുള്ള ഇക്കൂട്ടർ എല്ലാ മേഖലയിലും മികച്ച വിജയം നേടുവാൻ കഴിയും. വൈകാരികമായി വിഷമം നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികരംഗം സ്ഥിരതയുള്ളതായിരിക്കും. ബിസിനസ് ആയാലും ജോലിയായാലും ഉന്നത സ്ഥാനം ലഭിക്കാം. രേവതി. എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുമുള്ള കഴിവ് രേവതി നക്ഷത്രക്കാർക്കുണ്ട്. കഠിനമായ ഏതു പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ. കഠിന പരിശ്രമത്താൽ എല്ലാ മേഖലയിലും വിജയിക്കുവാൻ കഴിയും. ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടങ്ങൾ അനുഭവത്തിൽ വരാനിടയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ജനന സമയമനുസരിച്ചു അനുകൂല ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഈ നാളുകാർക്ക് 30 വയസ്സിനു ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ മുന്നേറാൻ സാധിക്കും.